സാധാരണ മസിൽ പിടിച്ച് നിൽക്കുന്നവരാണ് ജിമ്മന്മാർ എന്നൊക്കെയാണ് കേൾക്കാറ്. പക്ഷെ കോഴിക്കോട് നിന്ന് ജിമ്മന്മാരുടെ ഓണം നമ്മൾ കാണാൻ പോവുകയാണ്. ഒറിക്സൺ ജിമ്മിലെ സുന്ദരി സുന്ദരന്മാർക്കൊപ്പമുള്ള ഓണക്കാഴ്ചകളാണ്. ജിമ്മന്മാരുടെ മസിൽ പവർ കാണിക്കുന്ന പുഷപ്പ് മത്സരവും നല്ല 6 പാക്ക് ഉള്ള മാവേലിയും ഒക്കെ ഉണ്ട്. കാണാം ഒറിക്സൺ ഓണക്കാഴ്ചകൾ. എല്ലാരും ഓണാഘോഷിക്കൽ എങ്ങനെയാ? തുമ്പപ്പൂ വിട്ട് പൂക്കളിട്ട് അടപ്രഥമനും കൂട്ടി. പക്ഷെ ഇത്തവണത്തെ ഓണം കുറച്ച് വെറൈറ്റി ആണ്. കാരണം നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയാമോ? ഫിറ്റ്നസ് ഫ്രീക്സ് ഉള്ള ഓറിക്സൺ ജിമ്മിലാണുള്ളത്. ഇവിടെ ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. മാവേലി തമ്പുരാന് പ്രോട്ടീൻ പൗഡർ അങ്ങ് പാതാളത്തിൽ എത്തിച്ചതാണ് പറയാൻ കഴിയുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ പ്രോട്ടീൻ പൗഡർ അപ്പൊ ഓണമാണ്. ഓണമായിട്ട് ഇവർക്ക് ചുമ്മാതെ ഇരുത്താൻ വരെ പറ്റത്തില്ല. നമുക്ക് സാധാരണ ഓണത്തിന് എന്താ വടംവലി ഉണ്ടാകും, അല്ലെങ്കിൽ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നോർമലാണ്. അതല്ലാണ്ട് ഈ ജിമ്മന്മാർക്കും ജിമ്മത്തികൾക്ക് കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ഗെയിമുകൾ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ആർക്കാ റെഡി ആയിട്ടുള്ളവർ മുന്നോട്ട് വാ. ഇനി ഗെയിം എന്താന്നല്ലേ? ഗെയിം പുഷപ്പാണ്. പക്ഷെ അങ്ങ് ചുമ്മാതൊരു പുഷപ്പ് അല്ല. ഇവര് പുഷപ്പ് ചെയ്യുമ്പോൾ ഇവരെ മുകളിൽ ഒരാളുണ്ടാവും. പിന്നെ അതിൽ സക്സസ് ആയ വേറൊരാളെ കയറ്റും. അങ്ങനെ വൻ ഹിറ്റ് ഒരു ഗെയിം ആയിരിക്കും ഇത്. മൊത്തത്തിൽ ഇപ്പൊ എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 200 കിലോ വെയിറ്റ് ആണ് ഇപ്പൊ. നല്ല ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. ബുദ്ധിമുട്ടുള്ളൂ. എന്നിട്ട് എങ്ങനെ സാധിക്കുന്നില്ല? അത് ഒറിക്സന്റെ ഒരു ടെക്നിക്ക്. അത് അല്ല എന്താ കഴിഞ്ഞു ഇറങ്ങണ. ഇത് ഇവർക്ക് കൊടുക്കുന്ന നെക്സ്റ്റ് ഗെയിമാണ്. 25 കിലോ ഡമ്പലാണ് ഇവരെ മുകളിൽ നമ്മൾ കയറ്റാൻ പോകുന്നത്. ആര് ജയിക്കുന്നത് നമുക്ക് കാണട്ടെ. വാ. 2 4 5. അല്ല എന്താണ് എനർജിയുടെ സീക്രട്ട് ഇത്രയും പിടിച്ചു നിൽക്കാൻ കാരണം? ടീമില്ലേ നമ്മളെ കൂടെ? അതാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കണ്ട് ഗംഭീര മത്സരമായിരുന്നു. അതിൽ നിന്ന് ജയിച്ചവരാണ് ഈ 2 പേര്. അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് കോച്ച് ജനക്. എന്താ? ജനക്. എന്റെ ചേട്ടന്റെ പേര് സതീഷ്. എന്താ ചെയ്യുന്നത്? ട്രെയിനറാണ്. കോച്ച് ട്രെയിനർ തന്നെയാണ്. ഓക്കെ, 2 പേര് ട്രെയിനേഴ്സ് ആണ്. സോ അതിന്റെ അപ്പൊ അവര് തമ്മിലുള്ള മത്സരം, ട്രെയിനേഴ്സ് തമ്മിലുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ തുടങ്ങല്ലേ? നേരത്തെ പറഞ്ഞ സെയിം അവസ്ഥ തന്നെ. കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര വിജയകരമായി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാരെയും വെല്ലുവിളിച്ചോടെ ഒന്നുകൂടി വിഷയമാണ്. ഈ എനർജിയുടെ സീക്രട്ട് എന്താണ്? ടീം. ഇനി എന്താണ്? ടീം തന്നെയാണ് ഇവരുടെ സീക്രട്ട്. അപ്പൊ ഈ ടീമിന് നമുക്ക് മൊത്തത്തിലൊരു സമ്മാനം കൊടുക്കാണ്ട്. നിങ്ങൾ റെഡിയല്ല സമ്മാനമാണ്? നമ്മളെ ജനക്കിന് കോഴിമുട്ട 8 ട്രേ കോഴിമുട്ട. ജനക്ക് ഈ കോഴിമുട്ട എന്താ ചെയ്യാ? പുഴുകി തിന്നേ കോഴിമുട്ട. 2 ആഴ്ചത്തേക്കുള്ള കോഴിമുട്ടാണ്. 2 ആഴ്ചത്തെ കോഴിമുട്ട ഒക്കെ കിട്ടി. ജിമ്മിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരോട് ട്രെയിനേഴ്സ് പറയുന്നതായിരിക്കും നിങ്ങൾ കാർബ്സ് കൺട്രോൾ ചെയ്യണം, നിങ്ങൾ ഓയിൽ കൺട്രോൾ ചെയ്യണം, ഓയിൽ ഫുഡ്സ് അധികം കഴിക്കരുത്. ഇവിടെ എല്ലാവരും തകൃതിയായിട്ട് നമ്മൾ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർബ്സ് കൺട്രോൾ ഇന്ന് എല്ലാവർക്കും കാർബ്സ് കൺട്രോൾ ഒക്കെ ലിമിറ്റഡ്. പായസമാണോ? വെള്ളമാണോ കുടിക്കുന്നത്? പായസം കുടിക്കുന്നത്? ഇല്ല. 3 ഗ്ലാസ് കുടിച്ചു. 3 ഗ്ലാസ് പായസം കുടിച്ചാൽ എത്ര കലോറി എന്നുള്ള ട്രെയിനറോട് ചോദിക്കണം. 1000 കലോറി വന്ന്. അപ്പൊ ഇനി എങ്ങനെ ബേൺ? നമ്മൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് ബേൺ ചെയ്യും. നാളെ തൊട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇന്നൊരു ദിവസം എല്ലാവർക്കും